One request for you guys out there. Please don't put down anybody else. I keep saying this. And yes, sometimes when I see war happening on like social media. So I have learned this the hard way. Trust me. I'm someone who cannot keep my ആക്ട്രസ് തൃഷ ഭയങ്കര ഇമോഷണലായിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു തൻ്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലിൽ. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരത്തിന് വകയായിട്ടുണ്ട്. തൃഷയെയും വിജയെയും പറ്റിയ കാര്യങ്ങൾ നമ്മളൊക്കെ കുറേ ദിവസങ്ങളായി ഇൻസ്റ്റയിലും FBയിലും യൂട്യൂബിലും ഒക്കെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് കാണുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു അവസാനം എന്നോണം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വിജയുടെ ഭാര്യയായ സംഗീത താൻ കൊടുത്ത ഡൈവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കുന്നു എന്ന് ഒരു വാർത്ത നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. ഞങ്ങളിനി ഒരുമിച്ച് നീലാങ്കരയിലുള്ള വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ പോകുന്നു, ഞാൻ കേസ് പിൻവലിച്ചു എന്ന് കോർട്ടിൽ സംഗീത തീരുമാനിക്കുകയുണ്ടായി. ഇതിനു പിന്നാലെ വിജയ് ആരാധകരെല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്. ഇതൊന്നും കൂടാതെ ഇവരുടെ ഒരു ഒത്തുകൂടലിന് ശേഷം നമ്മുടെ തൃഷയുടെ റിയാക്ഷൻ, അതായത് അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ ആരാധകരും നമ്മളെപ്പോലുള്ളവരും സോഷ്യൽ മീഡിയയിൽ കാതോർത്തിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം തൃഷ ഒരു പോസ്റ്റ് ഇടുന്നു, അതും ഇൻസ്റ്റാ സ്റ്റോറിയിൽ. സോഷ്യൽ മീഡിയ അത് തപ്പിപ്പിടിച്ച് എങ്ങനെയോ കണ്ടുപിടിക്കുകയും കാണാൻ പറ്റാത്തവർക്ക് അത് കാണാമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഉള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ അത് അപ്രത്യക്ഷമാവുകയും, അതായത് സ്റ്റോറി ആണല്ലോ, അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്തായാലും നമുക്ക് ആ തൃഷയുടെ പോസ്റ്റിൽ എന്താണ് ഉള്ളടക്കം എന്ന് ഒന്ന് നോക്കിയാലോ. വളരെ ഇമോഷണൽ സെൻറ്റൻസസ് ആണ് തൃഷ ആ പോസ്റ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഒരിക്കൽ നീ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ജീവിതം നിനക്ക് ലഭിക്കുമ്പോൾ അതിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ കഴിയുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും വളരെ അർത്ഥവത്തായ വരികൾ. തൃഷ ഇത് വിജയെപ്പറ്റി പറഞ്ഞതാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കാരണം വിജയ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള വിജയുടെ ആഗ്രഹമാണ് CM പോസ്റ്റ് എന്നത്. ഒരുപാട് വർഷങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ CM പോസ്റ്റ്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് വർഷങ്ങളുടെ കഷ്ടപ്പാടും പ്രയത്നവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്ലാനിങ്ങുമാണ് ഇന്നത്തെ TVK പാർട്ടിക്കും അതുപോലെ വിജയ് ഇന്ന് തമിഴ് നടൻ്റെ CM ആയിട്ട് ഇരിക്കുവാനുള്ള കാരണവും. പെട്ടെന്നൊരു ദിവസം ആയതല്ല. അപ്പോൾ തൃഷ വിജയെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതായത് ഒരുപാട് ദിവസങ്ങളുടെ പ്രാർത്ഥന, ഒരുപാട് ദിവസങ്ങളുടെ ആഗ്രഹം, ഒരുപാട് ദിവസങ്ങളുടെ കഷ്ടപ്പാട്, ഇതെല്ലാം കഴിഞ്ഞ് ജീവിതം നിനക്ക് ലഭിക്കുമ്പോൾ അതിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ കഴിയുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണ് എന്ന് തൃഷ വിജയെപ്പറ്റി പറഞ്ഞതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ മറ്റൊരു പോസ്റ്റും കൂടെ തൃഷ ചെയ്തിരുന്നു. ഒരു ദിവസം തന്നെ 2 പോസ്റ്റാണ് ഇൻസ്റ്റാ സ്റ്റോറിയിൽ തൃഷ ഇട്ടിരിക്കുന്നത്. അത് രണ്ടാമത്തെ പോസ്റ്റിൽ എന്താണെന്ന് നോക്കാം. ഈ പ്രായത്തിലും ആവശ്യമില്ലാത്ത വഴക്കുകളിലും പ്രശ്നങ്ങളിലും നടക്കുന്നത് നാണക്കേടാണ്. പോയി കുറച്ച് പണം ഉണ്ടാക്കാനും സമാധാനം കണ്ടെത്താനും നോക്കൂ എന്നാണ് ഇതിൻ്റെ ഷോർട്ട് മീനിങ്. ഇവിടെ ഡ്രാമ എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമയോ നാടകമോ അല്ല. ജീവിതത്തിൽ ആളുകൾ വെറുതെ ഉണ്ടാക്കുന്ന വഴക്കുകൾ, ഗോസിപ്പുകൾ, ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കൽ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയെയാണ് ഇവിടെ ഡ്രാമ എന്ന് വിളിക്കുന്നത്. നിശ്ചിത പ്രായമെത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരും പക്വതയുള്ളവരും ആകണം. കുട്ടിക്കളി മാറേണ്ട പ്രായമായിട്ടും എന്ന അർത്ഥത്തിലാണ് തൃഷ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് പ്രായമായിട്ടും കുട്ടികളെ പോലെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിടുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത് കാണുന്നവർക്ക് നിങ്ങളെക്കുറിച്ച് മോശം ഇംപ്രഷൻ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടായി മാറും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത്തരം വിലകെട്ട കാര്യങ്ങളിൽ സമയം കളയാതെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കൂ എന്നാണ് ഇത് പറയുന്നത്. ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതിലും കരിയർ വളർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് ആവശ്യപ്പെടുന്നു. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിടാതിരുന്നാൽ തന്നെ ജീവിതത്തിൽ പകുതി പ്രശ്നങ്ങൾ മാറും. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പഠിക്കൂ എന്നാണ് ഈ വരിയുടെ അർത്ഥം. എന്തായാലും വളരെ ഷോർട്ടായിട്ടുള്ള വളരെ കുറച്ച് സെൻറ്റൻസസ് വെച്ച് തൃഷ വളരെ വലിയ മീനിങ് ആണ്
സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും വിജയ് ഇപ്പോൾ തൃഷയെ അല്ലെങ്കിൽ തൃഷ ഇപ്പോൾ വിജയെ മീറ്റ് ചെയ്യുന്നില്ലെന്നും അവരുടെ റിലേഷൻഷിപ്പ് കട്ടായെന്നും ഉള്ള വാർത്തകളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ വിജയും സംഗീതയും വിവാഹമോചന കേസ് പിൻവലിച്ച് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന വാർത്തയും സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിലെ എല്ലാവരുടെയും ഉപദേശവും പ്രധാനമായും വിജയൻ്റെ അമ്മയായ ശോഭ ചന്ദ്രശേഖറിൻ്റെ ഉപദേശം സ്വീകരിച്ച് വിജയൻ്റെ ഭാര്യയായ സംഗീത വിവാഹമോചന കേസ് പിൻവലിക്കുകയും രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളോടൊപ്പം നീലാങ്കരയിലുള്ള വീട്ടിൽ താമസിക്കാൻ പോകുന്നു എന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട തൃഷയ്ക്ക് ടെൻഷനും പ്രഷറും കയറിയിട്ട് തൃഷ എവിടെയും തൊടാതെ ആരുടെയും പേര് പറയാതെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണെന്നാണ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്.